ഹലോ. അപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബർ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മളിതുകൊണ്ട് മോരുകറി ആണ് ഉണ്ടാക്കുന്നത്. കാരണം തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഒരു മടി, തേങ്ങയൊക്കെ അരച്ചിട്ടാണല്ലോ നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു മടി ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് തേങ്ങ മാത്രം എടുത്ത് ഇതൊരു തോരനാക്കിയാലോ എന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ പുറത്തുനിന്ന് പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നങ്ങ് ചീത്തയായി പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ വാടിയും പോവും. അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം ഒരു കറി വെക്കാൻ ഉള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടയിലൊക്കെ നമ്മൾ പാലൊക്കെ മേടിക്കാൻ കയറുമ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിക്കും വേറെ ഒന്നും വേണ്ടേന്ന്. മേടിച്ചിട്ട് വെറുതെ നശിപ്പിച്ച് കളയുകയാണ്, ശരിയാണ്. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളിയെ വിഷമിപ്പിക്കാൻ തോന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്തോ, പുള്ളിക്ക് ഒരു സഹായമാവും. പക്ഷേ നമുക്കത് നഷ്ടമാണ് കേട്ടോ. മിക്കപ്പോഴും എനിക്കങ്ങനെ എടുക്കാൻ പറ്റാറില്ല. കൂടുതലും നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ലെ വിനീഗറിലൊക്കെ ഇട്ട് വെക്കണമല്ലോ. അത് ഇച്ചിരി മെനക്കേട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പോയി പയറോ കോവയ്ക്കയോ പാവയ്ക്കയോ വഴുതനങ്ങയോ ഒക്കെ പെട്ടെന്ന് നമ്മളുടെ പറമ്പിൽ നിന്ന് എടുത്ത്, അതാകുമ്പോൾ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ഒന്നും ഇട്ട് വെക്കണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് എടുത്ത് മെഴുക്കുവരട്ടി തോരൻ കറിയൊക്കെ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഇരുന്ന് പോകാൻ ഒരു ചാൻസ് ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പം ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുഞ്ഞോടുണ്ട് കേട്ടോ ഹെൽപ്പിന്. ഇന്നൊരു സാറ്റർഡേ ആണ്. ആൾ ഉള്ള ദിവസം എത്ര പറഞ്ഞാലും വേറൊരു കുറച്ച് നേരം ആ സമയത്ത് ടി വിയോ മൊബൈലോ കണ്ടോളാൻ പറഞ്ഞാൽ പോലും സമ്മതിക്കില്ല കേട്ടോ. കൊച്ചിനും കൂടെ വന്നിരിക്കണം. കൊച്ചിനെയും കൊണ്ട് കുക്കിങ്ങിന് കയറിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് കുഞ്ഞിനെയും കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. കാരണം ആളങ്ങനെ താഴെ ഇടുവോ എങ്ങും അഴുക്കാക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാം ആൾ ഭംഗിയായിട്ട് ചെയ്യും. അത് ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്, അതായത് എൻ്റെ കൂടെ മാത്രം, അന്ന് എനിക്ക് കൂടെ മമ്മി നിൽപ്പില്ലായിരുന്നു. ഇപ്പം മമ്മിയുണ്ട്. ഇപ്പം മമ്മി ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ ആളിനെ ഞാൻ ഫോണും മറ്റും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിർത്തിയതുകൊണ്ട് ആൾ ഞാൻ ചെയ്യുന്നത് കണ്ടും അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ട് ആൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഭയങ്കര ഇരുട്ടും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറിയതാ നമ്മളുടെ ചെടിയിലോട്ടൊക്കെ വെയിലടിക്കുമ്പോൾ നല്ല ഒരു രസമാണല്ലേ രാവിലെ ഈ ഒരു സമയത്ത്. എനിക്ക് ഇങ്ങനത്തെ ഒരു വെയിലും ആ ഒരു ഇളം കാറ്റും ഒക്കെ ഭയങ്കര നമ്മളുടെ മുഖത്തോട്ടടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വല്ലാത്തൊരു സുഖമാണല്ലേ അത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സൈഡിൽ മഞ്ഞൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ തന്നെ ആ മഞ്ഞളിൻ്റെ ഒരു മണമായിരിക്കും. ആ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇവിടോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക്. എനിക്കും വല്ലാത്തൊരു മൈൻഡ് റിഫ്രഷിങ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ആ ഒരു ഇളം വെയിലും കാറ്റും ഒക്കെ അടിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സങ്ങ് ഉണരും. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഒക്കെ പോയി കിട്ടും കേട്ടോ. ഈ ഇരുണ്ട് മൂടിക്കെട്ടി മഴ പെയ്യുന്നതും ഒക്കെ എനിക്കിഷ്ടം തന്നെ. പക്ഷേ അപ്പം നമ്മളുടെ ഉള്ളിൽ സങ്കടം ഇല്ലെങ്കിലും എവിടുന്നോ ഒരു സങ്കടം വരുന്നൊരു ഫീലാണ് കേട്ടോ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത്. ആരെയൊക്കെയോ മിസ്സ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് ആ സമയത്ത്. ഇനിയിപ്പോൾ ആരെയും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും വെറുതെ അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ വരും ഈ ഇരുണ്ട് മൂടിക്കെട്ടി മഴക്കാറും ഒക്കെ കാണുമ്പോൾ. ബാക്ക്ഗ്രൗണ്ടിൽ ചെമ്പരത്തിപ്പൂ നിൽക്കുന്നുണ്ടോ? എനിക്ക് ആ ചെമ്പരത്തിയും നമ്മുടെ പഴയ കാലത്തെ തെറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പണ്ട് ചെറുതായിരുന്ന സമയത്ത് വീട്ടിലിങ്ങനെ ധാരാളം തെറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, എൻ്റെ കൈ കൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാലും വളരെ വേഗം മണ്ണിൽ പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെമ്പരത്തി ആണെങ്കിലും തെറ്റിയാണെങ്കിലും റോസയാണെങ്കിലും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കുഴിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ അത് വളരെ വേഗം പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ഇത് വേഗം പൂക്കുകയും ചെയ്ത് നല്ല പൂക്കളും ഒരു കുഞ്ഞു തണ്ടാണെങ്കിലും അതിലൊരു ഒരു 3-4 പൂക്കളെങ്കിലും അതിൽ തെറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും പെട്ടെന്നാവുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടായി. അതൊക്കെ എന്താ ആളുകൾ വെറുതെ പറയുന്ന ആവും. എന്നാലും എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ അതിങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും എനിക്കെപ്പോഴും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. മുട്ടയൊക്കെ അങ്ങനെ ഇരുന്നാലും മിക്കപ്പോഴും കേടായിപ്പോവും. അപ്പോൾ അങ്ങനെ കേടായിപ്പോകുന്നതിനേക്കാളും നല്ലത് ഇത് നമ്മളുടെ വയറ്റിലോട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ മുട്ടയും കൂടെ പുഴുങ്ങി നമ്മൾ ഈ കിഴങ്ങറിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.
സാധാരണ ഇങ്ങനെ കിഴങ്ങ് മുട്ടയും കൂടെ ഞാൻ ഇടുന്നതല്ല, മുട്ടക്കറി മാത്രമായിട്ടും കിഴങ്ങാണെങ്കിൽ ചിക്കനാണ് കേട്ടോ കൂടെ ഇടുന്നത്. അപ്പം നല്ല തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് കുറുകി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കറി. അപ്പം ഗോതമ്പ് ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശ നൂഡിൽസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ലേറ്റായിട്ട് എണീക്കുന്ന ദിവസമാണ് കേട്ടോ. കൊച്ചിൻ്റെ അവധി ദിവസമാണ് ആകെപ്പാടെ കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയം. വർക്കിംഗ് ഡേയ്സിലെല്ലാം എനിക്കും വർക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അധികം കിടന്നുറങ്ങാറില്ല. അന്ന് നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ എനിക്കും. പിന്നെ കൊച്ചും സ്കൂളിൽ പോവും. അപ്പം ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവധിയുള്ള ദിവസം നോക്കി കൊച്ച് രാവിലെ 5:30 ആകുമ്പോൾ എണീക്കും. പക്ഷേ ഞാൻ 7 മണിക്ക് അപ്പോഴും എണീക്കുള്ളൂ കേട്ടോ. പിന്നെ ആൾ എൻ്റെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. മമ്മിയും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ ധാരാളം കറിവേപ്പിലയൊക്കെ ഇടും കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഏത് കറിയിൽ കിടന്നു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങാപ്പാൽ 2ാം പാലിൽ തന്നെ ഒഴിച്ച് ഈ കിഴങ്ങൊക്കെ വേവിക്കാനിടണം. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കാനിടുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഒറ്റ തവണയായിട്ട് 2 പാലൂടെ ചേർക്കുന്നവരുണ്ട്. അതിനേക്കാളും നല്ലത് 2ാം പാലിൽ അതൊന്ന് വെന്ത് വന്നിട്ട് 1ാം പാലൂടെ ചേർത്ത് ഒന്ന് ആവി പറക്കുമ്പോൾ ഓഫ് ചെയ്യുന്നതാണ് ടേസ്റ്റ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ചില സമയങ്ങളിൽ, അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ആ ചിലരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. വെള്ളത്തിൽ വേവിച്ചിട്ട് ഒരൊറ്റ പാല് മാത്രം ചേർക്കുമായിരുന്നു. അതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും 1ാം പാലും 2ാം പാലിലും കിടന്നാവുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ നമ്മളുടെ വിശേഷങ്ങൾ.